അവസാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ബ്രഷ് ഓഫ് യുവർ ബൂട്ട്സ്. ഇവിടെ ഇതാ കേട്ടോ, ബൂട്ട് ക്ലീൻ ചെയ്യാം. അത് കൊള്ളാം. ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവാം നമുക്ക്. അങ്ങനെ നമ്മൾ 4 മണിക്കൂർ കൊണ്ട് കേട്ടോ ഈ ഒരു ട്രെയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സമയം എടുക്കുക. ഇനി നമുക്ക് ക്യാബിനിൽ ചെക്ക് ഇൻ ചെയ്യണം. അപ്പം നമ്മുടെ ലയൺ സൈഡിൽ നിന്ന് 47 കിലോമീറ്റേഴ്സ്, ഹാഫ് ആൻ അവർ ഉണ്ട് കേട്ടോ നമ്മൾ നിന്ന ക്യാബിനിലേക്ക്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു മെയിൻ ഹൈവേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് റോഡുകളൊന്നുമില്ല ഇവിടെ. പിന്നെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ടോബർമറി എന്ന് പറയുന്ന വില്ലേജാണ്. അവിടെ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇനി നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ അതിന് സറൗണ്ടിങ് ആയിട്ടാണ്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ടോബർമറിയിൽ എവിടെയെങ്കിലും വേണം കേട്ടോ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ലയൺസ് ഹെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള അട്രാക്ഷൻസ് ഒന്നുമില്ല ഈ ടോബർമറി പോകുന്ന വഴിക്ക്. അപ്പം നമ്മളവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ടോബർമറി വില്ലേജ് ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ക്യാബിനായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ക്യാബിനിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ബാർകോഡ് താഴല്ലേ. ഇതാട്ടോ നമ്മുടെ ക്യാബിൻ. ഒരു മൈക്രോവേവും ഫ്രിഡ്ജും സിങ്കും ഒക്കെ ഉണ്ട്. ഒരു ടേബിള്, ഒരു ബങ്ക് ബെഡ്, ഒരു ഡബിൾ ബെഡ്, പിന്നെ ഇത് ബാത്റൂം. കുഞ്ഞു ക്യാബിനാട്ടോ, അങ്ങനെ ഭയങ്കര സൗകര്യമൊന്നുമില്ല. ഒരു ഷവറുണ്ട്, ടോയ്ലറ്റ്, അത്രേ ഉള്ളൂ. ഇതാണ് ക്യാബിൻ. ഒരു ഫാമിലിക്ക് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് യാർഡ് വരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യട്ടെ. നമ്മൾ ബെഡൊക്കെ വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. നല്ല സെറ്റായി ഒരു വിധമൊക്കെ ബാഗൊക്കെ എടുത്ത് വെച്ച്. പിന്നെ അത്യാവശ്യം ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ അതും എടുത്ത് വെച്ച്. പാർക്കിൻ്റെ ഒരു മാപ്പ്, ഒരുപാട് ക്യാബിൻസ് ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഗ്രോസറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പാലും മുട്ടയും അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഇത് നമ്മൾ നിന്ന ക്യാബിന് 1 മൈൽ, അതായത് 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അത്യാവശ്യം നല്ല എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഗ്രോസറി ഷോപ്പാട്ടോ. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ഗ്രോസറി ഉള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. നമ്മളൊരു കമ്പാരിറ്റീവ്ലി സാധാരണ ഗ്രോസറിയിൽ നിന്ന് വാങ്ങണേലും ഒക്കെ പൈസ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പം നമുക്ക് ഫുഡ് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫുഡ് ഓപ്ഷൻസും ഭയങ്കര ലിമിറ്റഡ് ആട്ടോ ഇവിടെ. ഹലാൽ ഓപ്ഷൻസ് ആണെങ്കിലും ഒക്കെ. അപ്പം നിങ്ങൾ ഫുഡിലൊക്കെ ഒരുപാട് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കയ്യിൽ എന്തെങ്കിലുമൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണുള്ളത്. വാങ്ങിയ നമ്മൾ ബർഗറും പിന്നെ ചിക്കൻ സ്ട്രിപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. ഹലാൽ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ബർഗറൊക്കെ ഹലാലാട്ടോ. പിന്നെ അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അതുമുണ്ട്. നമ്മൾ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾ വന്നിട്ടില്ല, അപ്പോൾ ഒരു റൂമിലാണ്. നമ്മളിങ്ങനെ ഫുഡ് തപ്പി ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്. കുഴപ്പമില്ല, ബർഗർ ആദ്യം നമ്മളൊന്ന് കഴിച്ചു നോക്കി. നല്ല ഇതാണ്, കുഴപ്പമില്ല. എബോ ആവറേജ് ടേസ്റ്റൊക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. ബർഗറിനൊക്കെ ഒരു പ്രൈസ് കിടക്കാൻ വരുമ്പോൾ 14 ആ ഒരു റേഞ്ചുണ്ട്. പക്ഷേ നമുക്കിവിടെ ഓപ്ഷൻസ് വേറെ ഇല്ല, അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മളെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ ആ ഒരു ടൂറും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് വീക്കെൻഡ് ആയിരുന്നു, കാരണം സീസൺ ആയിട്ടില്ലല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. വളരെ ലിമിറ്റഡ് ഫാമിലീസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഫുഡൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്.
burger. I want french fries. Yeah, wait. The burger, cheeseburger ആട്ടോ വാങ്ങിയ. This is chicken strips. And I want chicken nuggets. this is chana curry with naan, rice and mango pickle. അപ്പോൾ ഇതാട്ടോ നമ്മൾ നിന്ന ക്യാമ്പ് ഗ്രൗണ്ട്. ഈ ക്യാമ്പ് ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ലഞ്ചൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ നിൽക്കണ പോലത്തെ ചെറിയ ക്യാബിൻസ് ഉണ്ട്. പിന്നെ RVs നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിലും ചെറിയ ക്യാബിൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്നതിലും ചെറിയ ഒരു 2 പേർക്ക് 3 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ക്യാബിൻസ് ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ആണ് അടുത്ത ബാത്റൂമും കുളിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെയൊക്കെ മറ്റേ ടെൻറ്റ് സൈറ്റുകളാണ് കേട്ടോ. നല്ല പ്രൈവസി ഉള്ള സൈറ്റുകളാണ്. ഫുള്ള് മരങ്ങൾ വെച്ചിട്ട് അവർ ഫെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉണ്ട്. ഇതാട്ടോ ചെറിയ ക്യാബിൻസ്. ഞാനൊരു 2-3 പേഴ്സൺസിന് നിൽക്കാൻ പറ്റണ പോലത്തെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ക്യാബിൻസിന് ബാത്റൂം ഫെസിലിറ്റി ഒന്നുമില്ല കേട്ടോ. ആകെ ഉറങ്ങാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. കിച്ചണും ഒന്നുമില്ല. ജസ്റ്റ് ഒരു സ്ലീപ്പിംഗ് ബെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനത്തെ ക്യാബിൻസാണ്. ഈ ലേക്കിന് ചുറ്റും നമുക്ക് ആ ഒരു ലേക്ക് വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ എനിക്കതിൻ്റെ അകമൊന്ന് വീഡിയോ എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആളുകൾ താമസമുണ്ടോയെന്ന് അറിയാത്തതുകൊണ്ട് ഒരു പേടിയായി. അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ആളുണ്ടത് അതെങ്ങനെയാണോ വരാം. ഈ ഒരു പോണ്ട് വന്നിട്ട് ഇങ്ങനെ ക്യാബിൻസ് വരും. ചുറ്റും ഉണ്ടോ അവിടെ ദൂരത്തൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ ഉണ്ട് ക്യാബിൻസ്. ഇത് വാഷ്റൂമാണ്. അപ്പോൾ വാഷ്റൂമും തൊട്ടടുത്തുണ്ട്. പ്ലേ ഏരിയ ആണ് കിഡ്സിൻ്റെ. അവിടെ വന്നിട്ട് ഹാമൊക്കെ കണ്ടുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെയാണ് ഹാമക്ക്. സ്കൗട്ട് ജിമ്മാട്ടോ ശരിക്കും. പ്ലേ ഗ്രൗണ്ട് അല്ല. പക്ഷെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അതുകൊണ്ട്. ഇവിടെയൊക്കെ മറ്റേ ഞാൻ പറഞ്ഞ ചെറിയ ക്യാബിൻസ് ആണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇവിടെയാണ് ഹാമക്ക്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരിക. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ RV പാർക്കിങ്സ് ആണ്. ഇവിടെ ബാത്റൂമുണ്ട്. പിന്നെ ഇത് പൂളും ഒരു സ്പ്ലാഷ് ഏരിയയൊക്കെയാണ്. പക്ഷെ ഇപ്പം അത് ക്ലോസ്ഡ് ആണ്. കുറച്ചും കൂടി ഒരു വാം ആയാലേ അവർ തുറക്കുള്ളൂ. അപ്പം നമ്മളിത് ഫ്രണ്ടായി ഏകദേശം. ഞാൻ വന്നു കഴിയുമ്പോൾ ഇവിടെ ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ ഒരു ക്യാമ്പിന് തന്നെ ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ. അത്യാവശ്യം ഗ്രോസറിയും പിന്നെ ലോണ്ട്രി ഡിറ്റർജൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ചെറിയ പോണ്ട് ഉള്ളതിൽ നമുക്കത് ഡക്കും അങ്ങനത്തെ നമ്മുടെ പെഡൽ ബോട്ടുകളില്ലേ ഇതുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. ഫ്രീ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതാ കാണുന്നതാണ് കേട്ടോ. ഇതാണ് ക്യാമ്പ് സ്റ്റോറ്. അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ ആദ്യം ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ. കീയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അവർ ഇങ്ങോട്ടുള്ള എൻട്രിക്കുള്ള പാസ്സൊക്കെ നമുക്ക് തരും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതാ ഇവിടെ ഈ ഗസീബോ ഉണ്ട്. കണ്ടോ. അപ്പോൾ ഇത് ലൈഫ് ഗാർഡോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ റിസ്കിൽ നമ്മൾ പോകണം.
കയാക്സും കനുവൊക്കെ അതുമുണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമ്പ് ഗ്രൗണ്ട്. അപ്പം അവിടെ കാണുന്ന മറ്റേ ബൈസൈക്കിൾസൊക്കെ അതും ഇതൊക്കെ നമുക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് പൈസ കൊടുക്കണം, അവർലി $10 എന്താണ്. അപ്പോൾ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ ഓഫീസ് നോക്കട്ടെ, ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ നിന്ന ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ദാ മക്കൾ പോവാണ്. അപ്പോൾ ഇതാട്ടോ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ സ്റ്റോർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവിടെ അത്യാവശ്യം കുട്ടികൾക്കുള്ള ബീച്ച് ടോയ്സ്, പിന്നെ നമ്മൾ സ്വിമ്മിങ്ങിനുള്ള ഗോഗിൾസ്, ടവൽസ്, അത്യാവശ്യം ക്ലോത്ത്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ ഉള്ളത്. അല്ലാതെ നമ്മൾ പെരിഷബിളായിട്ടുള്ള പാല്, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഐസ്ക്രീമുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു അത്യാവശ്യം വേണ്ട ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള ഒരു സ്റ്റോറാണ്. കുഴപ്പമില്ല, പക്ഷേ പൊതുവേ ക്യാമ്പ് സ്റ്റോറുകൾ എപ്പോഴും കുറച്ച് പ്രൈസി ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു. പിന്നെ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പെറ്റിംഗ് സൂ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കതിനെയൊക്കെ പെറ്റ് ചെയ്യാൻ പറ്റും ഫുഡ് കൊടുത്തിട്ട്. അപ്പം ആകെ ഒരു 3-4 എന്താ പറയുക ആടും 2 ഷീപ്പും അതായിട്ടുള്ളത്. പക്ഷെ മക്കൾക്ക് ഭയങ്കര രസമാണ്. പറഞ്ഞ പോലെ അതിങ്ങനെ തലയൊക്കെ വെളിയിലിട്ട് ഇങ്ങനെ നിന്ന് തരും നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട്. അതിലൊരെണ്ണം ഇത്തിരി വികൃതിയായിരുന്നു കേട്ടോ. അതിന് ഫുഡ് കിട്ടാതിരിക്കുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ അടിച്ചിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ ആദ്യത്തെ ദിവസങ്ങളുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും എല്ലാവരും കാണണം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ടാറ്റ ബൈ.